ഹല്ലേലൂയ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങളാണ്. ദൈവവചനങ്ങൾ ഇപ്രകാരം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അതിഥികളെ കാണാൻ രാജാവ് എഴുന്നള്ളിയപ്പോൾ വിവാഹ വസ്ത്രം ധരിക്കാത്ത ഒരാളെ അവിടെ കണ്ടു. രാജാവ് അവനോട് ചോദിച്ചു, സ്നേഹിത, വിവാഹ വസ്ത്രം ധരിക്കാതെ നീ ഇവിടെ പ്രവേശിച്ചത് എങ്ങനെ? അവൻ മൗനം അവലംബിച്ചു. അപ്പോൾ രാജാവ് പരിചാരകന്മാരോട് പറഞ്ഞു, അവനെ കൈകാലുകൾ കെട്ടി പുറത്തെ അന്ധകാരത്തിലേക്ക് വലിച്ചെറിയുക. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. എന്തെന്നാൽ വിളിക്കപ്പെട്ടവർ വളരെ തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്നേ ദിവസം ഈ തിരുവചനം ധ്യാനിക്കുമ്പോൾ കർത്താവായ ഈശോ ഇതാ തൻ്റെ അതിഥികൾക്ക് വേണ്ടി ഒരു വിവാഹ വിരുന്ന് നടത്തിയിരിക്കുകയാണ്. അവിടെ ക്ഷണിക്കപ്പെട്ടവർ, അതിൻ്റെ 5-ാം തിരുവചനത്തിൽ കാണാൻ പറ്റുന്ന, എന്നാൽ ക്ഷണിക്കപ്പെട്ടവർ അത് വകവയ്ക്കാതെ ഒരുവൻ വയലിലേക്കും വേറൊരുവൻ വ്യാപാരത്തിനും പോയി കളഞ്ഞു. ഇന്നും അതുതന്നെയാണ് സംഭവിക്കുന്നത്. ഇന്ന് ക്ഷണിക്കപ്പെട്ടവർ ഈശോയെ വേണ്ട മറ്റു പലതിൻ്റെയും പിന്നാലെ പോവുകയാണ്. ഭൗതികം ഈ ലോകത്തിന് നശ്വരമായ പല കാര്യത്തിനും വേണ്ടി പോവുകയാണ്. എന്നാൽ ഈശോ പറയുക, ഇത് അനശ്വരമായ ആ നിത്യജീവനിലേക്ക് ഞാൻ വീണ്ടും നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ വരുമ്പോൾ നിങ്ങളിൽ വിശുദ്ധിയുടെ വിവാഹ വസ്ത്രമില്ലാത്ത വ്യക്തികളെ ഇതാ പുറത്തെ അന്ധകാരത്തിലേക്ക്, ആ നരകത്തിലേക്ക് നിങ്ങളുടെ കൈകാലുകൾ കെട്ടിബന്ധിച്ച് നരകത്തിൻ്റെ പിശാചിൻ്റെ സന്തതിക്ക് വേണ്ടി വലിച്ചെറിയപ്പെടുകയാണ്. അവിടെ വിലാപവും അതുപോലെ തന്നെ പല്ലുകടിയുമായിരിക്കും. അവിടെ എപ്പോഴും ദുരിതമായിരിക്കും. പ്രിയമുള്ളവരെ, എന്നിട്ട് ഈശോ പറയുകയാണ്, എന്നാൽ വിളിക്കപ്പെട്ടവർ വളരെ തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. ഈ ബോധ്യം പരിശുദ്ധാത്മാവെ എന്നിൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ തിരുവചനത്തിൻ്റെ അഭിഷേകത്തിൽ നമുക്കായിരിക്കാം. പ്രിയമുള്ളവരെ, വിശുദ്ധ പൗലോസ് ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ പറയും, എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവാൻ, വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കുവാൻ സാധിക്കുകയില്ല. പ്രിയമുള്ള ഈ പരിശുദ്ധ വലിയ നോമ്പിൽ ഈശോയെ എന്നിൽ വിശുദ്ധി നിറയ്ക്കണമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് ലോകം മുഴുവൻ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയിൽ ദിവ്യാനുശോയെ ഏറ്റവും യോഗ്യത സ്വീകരിക്കുകയും ചെയ്യാം. ആമേൻ.